വെൽക്കം ടു മൈ ചാനൽ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതെന്താണ് അങ്ങനെ ചെയ്യാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്തോട്ടേക്ക് ആ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ കൂടുതലായിട്ട് സെർച്ച് ചെയ്യും. ഒരാളത് മാത്രമൊന്നുമല്ല, ഷോർട്സ് വീഡിയോ ആയിട്ടാണെങ്കിലും ലോങ് വീഡിയോ ആയിട്ടാണ് ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കാണും. കണ്ടതിന് ശേഷം എനിക്ക് കുഴപ്പമില്ല തോന്നിയാൽ മാത്രമാണ് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയർ കെയർ പ്രൊഡക്റ്റാണ്. റോസ്മേരി എസെൻഷ്യൽ സ്പ്രേ ഒക്കെ ഇല്ലേ, എസെൻഷ്യൽ ഓയിലും അതിൻ്റെ തന്നെ ഹെയർ ഗ്രോത്തിന് പറ്റുന്ന ഒരു സ്പ്രേയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് റിസൾട്ട് ഉണ്ട് എന്ന് തോന്നിയപ്പോൾ അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ, ഹെയർ കെയർ പോലെയല്ല നമുക്ക് സ്കിൻ കെയർ എന്ന് പറയുന്നത്. സ്കിന്ന് പല ആൾക്കാരതും പല ടൈപ്പ് സ്കിന്നായിരിക്കും. ചിലപ്പോൾ എനിക്ക് സ്യൂട്ടാവുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ടാവണമെന്നില്ല, അങ്ങനെ. അപ്പം ഞാൻ ഇന്ന് ഒരു ഡേംഡോക്കിൻ്റെ നൈറ്റ് ജെല്ലും അതുപോലെ തന്നെ ഡേംഡോക്കിൻ്റെ ഈ ഒരു സിറാണ് ഇന്ന് പറയാൻ. ഞാൻ അത് വാങ്ങിച്ചതല്ല. നമ്മളിപ്പോൾ പേർപ്പിളിൽ നമ്മൾ എന്തായാലും സ്കിൻ കെയർ വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ എലൈറ്റ് പ്രീമിയം അങ്ങനെ എന്തോ ഒരു എലൈറ്റ് എന്ന് പറയുന്നൊരു അവരൊരു മെമ്പർഷിപ്പ് ഉണ്ട്. ആ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്തോട്ടേക്ക് നമ്മളിപ്പം ഇത്ര പ്രൊഡക്റ്റിന് മേലേക്ക് വാങ്ങുമ്പോൾ ചിലപ്പോൾ അവർ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ പ്രൊഡക്റ്റ് നമുക്ക് അയച്ചു തരും. നമുക്കത് സെലക്ട് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് കിട്ടണമെന്നില്ല, ചിലപ്പം ചോയ്സ് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എല്ലാവരും ഡേംഡോക്കിൻ്റെ ഈ ഒരു ഫേസ് സിറത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇത് ഡേംഡോക്ക് 10% നിയാസിനമൈഡ് ആയിട്ടുള്ള ഫേസ് സിറാണ്. അപ്പം ഇതിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിഗ്മെൻറ്റേഷൻ മീൻസ് കുരു വന്നതിൻ്റെ പാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുന്നതാണ് റിവ്യൂവിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ നെഗറ്റീവ് റിവ്യൂ ഈ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള രീതിയിൽ യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ അത് കുരുക്കളായിട്ട് വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് റിവ്യൂസും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ സെർച്ച് ചെയ്തു, വാങ്ങിക്കണോ. അപ്പം ഇതേപോലെ തന്നെ ഹൈലൈറ്റ് ഈ ഒരു സാമ്പിൾ വന്ന സമയത്ത് പിന്നെയും ഞാൻ സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെയും വീഡിയോസ് നോക്കി. ആ സമയത്ത് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നിയാസിനമൈഡിൻ്റെ ഏത് പ്രൊഡക്റ്റ് സിറാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം ആണെങ്കിലോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളിപ്പം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റിവ്യൂ ഇടുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു സിറ എടുക്കുകയാണെങ്കിൽ ആ സിറ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. അതിന് പകരം ഈ ഒരു നിയാസിനമൈഡിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ഞാൻ മനസ്സിലാക്കിയതാണ്. എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതായിട്ട് എന്താ പറയുക ബ്യൂട്ടി ആയിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരത് എടുത്ത് നോക്കിയിരിച്ചാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഇൻഫ്ലുവൻസറിൻ്റെതൊക്കെ കേട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രോപ്പ് 1-2 ഡ്രോപ്പ് ഇങ്ങനെ എടുത്തതിന് ശേഷം അത് കയ്യിലോട്ടേക്ക് റബ്ബ് ചെയ്തിട്ട് നമ്മൾ മുഖത്തോട്ടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കാം അറിയില്ല, എനിക്ക് മുഖക്കുരു ഒന്നും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പം വന്നിട്ടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുരു വന്ന പാടും കാര്യങ്ങളും മാറിയണോ എന്ന് ചോദിച്ചാൽ ചെറിയ എന്തൊക്കെയോ മാറ്റം എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് അങ്ങടേക്ക് സെറ്റായിനോ എന്നുള്ള അറിയാം. കാരണം ഞാൻ ഈ ഒരു ചെറിയൊരു ബോട്ടിലാണ് യൂസ് ചെയ്തത്. ഇത് എത്ര ml ആണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ml 10 ml 5 ml അങ്ങനെ മറ്റേ ഉള്ളൂ ഇതിൽ. അപ്പം അതാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. മോശമായിട്ട് എനിക്കൊന്നും പറയാനില്ല, പക്ഷേ അപ്ലൈ ചെയ്ത രീതി മാറ്റാണ്. സാധാരണ ഞാൻ സിറം യൂസ് ചെയ്യുന്ന സമയത്തോട്ടേക്ക് ഇത് അങ്ങനെ മുഖക്കുരു വരും എന്ന് പറഞ്ഞ് കേട്ടതിൻ്റെ പേടി കൊണ്ടാണ് കേട്ടോ. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ മുഖം ക്ലിയർ ആക്കുന്നതിന് പകരം ഒരുപാട് പാടുകളും കുരുക്കളും വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ ഡ്രോപ്പായിട്ടിട്ട് 2 ഡ്രോപ്പ് എടുത്തിട്ട് ഇങ്ങനെ മാത്രം ഇടുന്നത്. സാധാരണ ഇവിടെ ആ ഒരു ഇതില്ലേ നിപ്പിൾ പോലത്തെ ഇവിടെ ചെയ്യും മൂക്കിലോട്ടേക്ക്, എന്നിട്ടാണ് അത് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. പകരം ഇത് ഞാൻ കയ്യിലിട്ടോട്ടും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് എന്ന് പറയുന്നത് ഇതും അതേപോലെ തന്നെ എനിക്ക് സാമ്പിൾ പ്രൊഡക്റ്റ് കിട്ടിയതാണ്. ഇതിൻ്റെ നിയാസിനമൈഡിൻ്റെ 2% കോജിക് ആസിഡ് വരുന്ന നൈറ്റ് ജെൽ എന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെ എനിക്ക് പ്രൊഡക്റ്റിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും യൂസ് ചെയ്യുമ്പോൾ നല്ല പ്രൊഡക്റ്റാണ്. ഇതിൽ കഴിഞ്ഞു കേട്ടോ, ഇതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആദ്യമൊക്കെ നല്ല രീതിക്ക്
എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ലാസ്റ്റോട്ടേക്ക് ഈ പ്രൊഡക്റ്റ് കഴിയുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഈ ഒരു മൂക്കിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ പുകയാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് ഈ ഒരു സിറം ഞാൻ ഇനിയും വാങ്ങിക്കും. അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഈ ഒരു സംഭവം വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ എന്നുള്ള രണ്ട് കൺഫ്യൂഷനാണ്. കാരണം പ്രൊഡക്റ്റ് അടിപൊളി ആയിരുന്നു, പക്ഷേ ഇവിടെ ഈ ഒരു സൈഡ് ഇങ്ങനെ പുകച്ചിൽ വരാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ഡേം ഡോക്കിൻ്റെ, ഞാൻ ഈ ഡേം ഡോക്കിൻ്റെ 2 പ്രൊഡക്റ്റാണ് വാങ്ങിച്ചോട്ടെ. ഈ ഒരു സിറം, ഈ ഒരു നൈറ്റ് ജെല്ലും, വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ഈ ഒരു ഡേം ഡോക്കിൻ്റെ ബ്രാൻഡിൻ്റെ 2 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇത് എത്ര പേർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്? കുറച്ച് ആൾക്കാർക്ക് ഞാൻ കണ്ടു കേട്ടോ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ പുകച്ചിലുണ്ട് എന്നുള്ളത്. കോജിക് ആസിഡിൻ്റെ നൈറ്റ് ജെല്ല്, നൈറ്റ് ക്രീം. മറ്റേ ജെല്ലിൻ്റെത് അല്ല, ഫേസ് സിറത്തിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. കാരണം ഞാനൊന്നും ഒരു പ്രായം കഴിഞ്ഞപ്പോൾ, എനിക്ക് തോന്നുന്നൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് സ്കിൻ കെയർ എന്ന് പറയുന്നൊരു സാധനത്തിലോട്ടേക്ക് തന്നെ ഇറങ്ങുന്നത്. ഫേസ് വാഷ് പോലും യൂസ് ചെയ്യുന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. അതിന് മുന്നേ നമ്മൾ കുളിക്കുമ്പോഴുള്ള സോപ്പ് ഇടുക എന്നല്ലാണ്ട് അതിന് മുന്നേ അങ്ങനെ പിന്നെ വേറെ അതിനായിട്ടൊരു പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും വെക്കുകയൊന്നും ചെയ്യില്ല. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് ഹിമാലയൻ്റെ ഫേസ് വാഷാണ്. നമ്മൾ ഫസ്റ്റ് കാണുന്നതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പൈസക്ക് കിട്ടുന്നതും എന്ന് പറയുന്നതും ഹിമാലയൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നല്ലോ. അങ്ങനെ അപ്പോൾ പിന്നെയാണ് ഇങ്ങനത്തെ ഓരോരോ ബ്രാൻഡുകൾ, നമ്മൾ പുതിയ ബ്രാൻഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതേപോലെ തന്നെ റിവ്യൂസ് നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം മാത്രമേ, കാരണം ഇതുവരെല്ലാം ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട പ്രൊഡക്റ്റാണ്. അപ്പം നമ്മൾ പൈസ കൊടുത്ത് പണി വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് റിവ്യൂ നോക്കിയിട്ട് വാങ്ങുന്നത്. നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് സ്കിൻ കെയർ ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ ഒരു കണക്കിന് റിവ്യൂ നോക്കിയിട്ട് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.